നമ്മൾ രണ്ട് മണ്ഡലങ്ങളിലെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് മുന്നണികൾ എല്ലാം ഉള്ളത്. വയനാടും ചേലക്കരയും ആണ് നമ്മൾ നാളെ ഫോക്കസ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ്. അപ്പോൾ നമുക്ക് രണ്ട് മണ്ഡലങ്ങളിലെയും തൽസ്ഥിതി എന്താണെന്ന് നോക്കാം. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. വയനാട് നിന്നും എം കമലും ഒപ്പം ചേലക്കരയിൽ നിന്നും AK സ്റ്റെഫിനും ചേരുന്നുണ്ട്. സ്റ്റെഫിനിലേക്ക് ആദ്യം. സ്റ്റെഫിൻ, ചേലക്കരയിൽ എന്തായാലും മൂന്ന് മുന്നണികളും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചണ്ഡ പ്രചാരണം നടത്തിയ മണ്ഡലമാണ്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ്. അപ്പോൾ വിവാദങ്ങൾ കൊഴുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പണത്തിൻ്റെ ഒഴുക്കടക്കം മുന്നണികൾ ഇന്നിപ്പോൾ പിടികൂടിയതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്താണിപ്പോൾ അവസാന വട്ടത്തെ മുന്നണികളുടെ നീക്കങ്ങൾ? അടിയൊഴുക്കൊക്കെ തന്നെ ഏത് നിലയിൽ പ്രതിഫലിച്ചേക്കാം മണ്ഡലത്തിൽ? പ്രജീഷ, ഏതായാലും ഇന്ന് ചേലക്കരയിൽ നിശബ്ദ പ്രചരണമാണ് എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ചേലക്കരയ്ക്കുള്ളിൽ നിശബ്ദമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയധികം അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ചേലക്കരയുടെ മണ്ണിൽ അല്ലെങ്കിൽ ചേലക്കരയിൽ കണ്ടിട്ടില്ല. പക്ഷേ എന്നാൽ ഇന്ന് ഈ കള്ളപ്പണത്തിൻ്റെ ആരോപണമടക്കം രംഗത്ത് വരുമ്പോൾ അത് ആരെ സ്വാധീനിക്കും അല്ലെങ്കിൽ ആർക്ക് ഗുണമാകും എന്നൊക്കെ ഇനി കണ്ടറിയേണ്ടതിരിക്കുന്നു. മുന്നണികൾ ഏതായാലും പരസ്പരം വഴിചാരിക്കൊണ്ട് ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ചേലക്കരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചേലക്കരയിലെ വിധി എന്താകും എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ, കേരളത്തിന് മുന്നിൽ. CPM-നും കോൺഗ്രസിനും വിജയം ഏറ്റവും മുന്നിലാണ് അവർ എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ അതിൽ ചേലക്കരയുടെ വിജയം വേണം. കാരണം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിംഗ് സീറ്റാണ്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അതോടൊപ്പം വയനാട്ടിൽ ഒരു വലിയ മത്സരം എന്ന് LDF പോലും അത് വലിയൊരു മത്സരമായി കണക്ക് കൂട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പാലക്കാടിലെ വിജയം മാത്രമല്ല, ചേലക്കരയിലെ വിജയം കൂടി ഉറപ്പിച്ചാൽ മാത്രമേ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർ ഈ സർക്കാരിനെതിരെ ഉയർത്തുന്ന പല വിമർശനങ്ങൾ അതിനെല്ലാം ഒരു മറുപടിയിൽ ചേലക്കരയിൽ നിന്നാണ് ലഭിക്കേണ്ടത്. ഒപ്പം തന്നെ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരമില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം വോട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് LDF-ന് തിരിച്ചു പറയണമെങ്കിലും അവിടെ ചേലക്കരയുടെ വിജയം അനിവാര്യമാണ്. ഏതായാലും അതിശക്തമായ മത്സരം ചേലക്കരയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ചേലക്കരയിൽ കണ്ട ഏറ്റവും വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നമ്മൾ കണ്ടത്. UDF-ന്റെ സ്ഥിതി ആദ്യം ഒന്ന് പരിങ്ങലായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് പരിങ്ങിയാണ് മുമ്പോട്ട് പോയതെങ്കിൽ അവസാന വട്ടത്തേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നമുക്ക് കാണാം പാലക്കാടിനേക്കാളും കൂടുതൽ പ്രാധാന്യം കോൺഗ്രസ് നേതാക്കൾ ചേലക്കരയ്ക്ക് നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് KPC പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമെല്ലാം സജീവമായി തന്നെ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളടക്കം എന്തൊക്കെ അടിയൊഴുക്കുകൾ ചേലക്കരയിൽ സംഭവിക്കും, അതാർക്ക് ഗുണമാകുമെന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്ന കാര്യം. ശരി, AK സ്റ്റെഫിനാണ് തീവാറുന്ന പോരാട്ടം നടക്കുന്ന ചേലക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയ. പാട്ടമ്പാടി രമ്യ ഹരിദാസ് ജയിക്കുമെന്ന കോൺഗ്രസിന്റെ UDF-ന്റെ അവകാശവാദം അത് ഏത് നിലയ്ക്ക് മുന്നോട്ട് പോകും? ഒപ്പം തന്നെ UR പ്രദീപ്, പഴയ മണ്ഡലത്തിലെ ചിരപരിചിതനായ വ്യക്തി, ആ വ്യക്തിയെ തന്നെ വീണ്ടും മണ്ഡലത്തിലേക്ക് ഇറക്കി പരീക്ഷിക്കുമ്പോൾ വലിയ വിജയപ്രതീക്ഷ LDF-നെ സംബന്ധിച്ചുള്ളതുണ്ട്. ഒപ്പം തന്നെ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ NDA സ്ഥാനാർത്ഥി രംഗത്ത് ഉണ്ട്. ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വയനാട്ടിലെ ചിത്രം എന്താണ്? വയനാട്ടിൽ വലിയ രീതിയിൽ ഒരുപക്ഷെ അവകാശവാദം കഴിഞ്ഞ രണ്ട് തവണത്തെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള വലിയ ശക്തമായിട്ടുള്ള അണിയറ നീക്കങ്ങൾ ഇപ്പോൾ UDF-ന്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ ഉണ്ട് എന്ന് LDF ക്യാമ്പും അവകാശപ്പെടുന്നു. BJP-യും ശക്തമായ സാന്നിധ്യം അറിയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ കമലാണ് വിവരങ്ങൾ നൽകാൻ വയനാട്ടിൽ നിന്ന് ചേർന്ന കമൽ. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മുന്നണിയുടെ നീക്കങ്ങൾ, മുന്നണികളുടെ? പ്രജീഷ്, ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണ്. ഇന്നും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ തന്നെയുണ്ട്. പ്രിയങ്ക ഗാന്ധി പ്രചാരണ രംഗത്ത് സജീവമായിട്ടില്ല. പക്ഷേ സത്യൻ മൊകേരി ഇന്ന് വണ്ടൂർ, നിലമ്പൂർ, അതുപോലെ തിരുവമ്പാടി മണ്ഡലങ്ങളിൽ വിവിധ ആളുകളെ കാണുന്നുണ്ട്. നവ്യ ഹരിദാസ് വയനാട്ടിൽ തന്നെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി മേഖലകളിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പലരെയും നേരിൽ കാണുന്നുണ്ട്. വലിയൊരു
വാശിയേറിയ പോരാട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി പ്രചാരണ രംഗത്ത് മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം ശക്തമായ പ്രചാരണമാണ് കാഴ്ചവെച്ചത്. ഇന്നലെ കൊട്ടിക്കലാശത്തിന്റെ വേദികളിലൊക്കെ അത് വ്യക്തമായതാണ്. BJPയും LDFും UDFിന് ഒപ്പം നിൽക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്ന കാഴ്ചയാണ് കണ്ടത്. LDFിനെ സംബന്ധിച്ചിടത്തോളം UDF 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെയാണ് പ്രിയങ്ക ഗാന്ധിക്ക് അവകാശപ്പെടുന്നത്. അത്തരത്തിൽ ഒരു മുന്നേറ്റം UDFിന് കാഴ്ചവെക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കേണ്ടത് LDFിനെ സംബന്ധിച്ച ഒരു ബാധ്യതയാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടായിരുന്നു, അതിന് മുൻപത്തെ തവണയേക്കാൾ. അതേപോലെ വീണ്ടും ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് LDF. UDFിനെ സംബന്ധിച്ച് അവർ അവകാശപ്പെടുന്നത് 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് താരതമ്യേന പുതുമുഖമാണെങ്കിൽ കൂടി കഴിഞ്ഞ തവണ വോട്ട് ഷെയറിൽ വലിയൊരു വർധനവ് BJPക്ക് ഉണ്ടായിരുന്നു. 78,000 വോട്ടിൽ നിന്ന് 1,40,000 കെ സുരേന്ദ്രന് BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അത് കുറയാതെ നോക്കേണ്ടത് BJPയെയും NDAയെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നവ്യ ഹരിദാസിന് വേണ്ടി ശക്തമായ പ്രചാരണമാണ് BJPയും നടത്തിയത്. എന്തായാലും പോളിംഗിന് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ ഏറെക്കുറെ പൂർത്തിയായി. പോളിംഗ് ബൂത്തുകളൊക്കെ അവസാനവട്ട ഒരുക്കത്തിലാണ്. പ്രജീഷ്.